Good afternoon, all. Good afternoon, ma'am. Good afternoon. നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? നോക്കിയിട്ട് വന്നോ ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉള്ളത്? ഇല്ല. എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണോ പറഞ്ഞത്? അങ്ങനെയാണ് മാം പറഞ്ഞേ. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം 2 നോക്കാം കേട്ടോ. നമുക്ക് 1 മിനിറ്റ്. നമ്മള് ടൈം എക്സാമിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ടൈം എക്സാമിന് 50 മാർക്സിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 10 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും, 25 പാർട്ട് 3 ആൻഡ് 50 മാർക്ക് പാർട്ട് 4 നിന്നായിരിക്കും വരുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാർട്ട് ഏതാണെന്നറിയാലോ? ഏതൊക്കെ പാർട്ടാ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? പാർട്ട് 3 ആണോ? മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടി ഉണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. ഓക്കെ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. കാരണം അതിൽ നിന്നും ഇപ്പൊ പാർട്ട് 2ഉം പാർട്ട് 3യും നമ്മൾ രണ്ട് പേപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ വന്നപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഏതൊക്കെ യൂണിറ്റ് ആണ്, ഏതൊക്കെ പാർട്ട് എന്നുള്ളത് കറക്റ്റ് ചെയ്ത് നോക്കി പഠിക്കണം. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പേപ്പർ 2 ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് പേപ്പർ 3 ആണ്. ദെൻ മോണ്ടിസോറിയിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 3, 5, 6, 1, 3, 4, 5, 6 അതൊരു പാർട്ടാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പേപ്പർ 5 ആണെന്ന് തോന്നുന്നുണ്ട്. 5 ആണ്. പിന്നെ 4th പാർട്ട് എന്ന് പറയുന്നത് പേപ്പർ 6 വരും. പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു പേപ്പർ. അത്രയുമാണ് ഡിപ്ലോമയ്ക്ക് നമുക്ക് വരുന്നത്. ടേം എക്സാം വരാൻ പോകുന്ന ചാപ്റ്റേഴ്സും യൂണിറ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 ആൻഡ് 4ൽ നിന്ന് 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കൂടെ ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഞാൻ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ചാപ്റ്ററിൽ നിന്ന്. ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. ഇതില് നമ്മൾ നല്ല രീതിയിൽ റീഡ് ചെയ്യാം. നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഒന്നും കൂടി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം. ദെൻ പിന്നെ നമ്മള് ഇവിടെ മുതൽ എപ്പോഴും 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കും. എവിടെയാണ് മോണ്ടിസോറി ഫസ്റ്റ് ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എവിടെയാണ്? സ്കൂളിന്റെ പേരാണ് കാസ ദി ബാംബിനി. കറക്റ്റ് ആണ്, സ്കൂളിന്റെ പേരാണ്. അങ്ങനെയും ചോദിക്കും. കാസ ദി ബാംബിനി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇനി ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. നോക്കണം, മീനിങ് ഓഫ് കാസ ദി ബാംബിനി എല്ലാവരും ഒന്ന് എഡിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ.
ടെക്സ്റ്റ് ബുക്കില് ചെറിയൊരു മീനിങ് വേർഡിന്റെ മീനിങ്ങില് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാസാറ്റ് ബാഗ്നയുടെ മീനിങ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ചെറിയ മിസ്റ്റേക്ക് ആണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? കാസാറ്റ് ബാഗ്നയുടെ മീനിങ് ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ് അല്ലെ? അതങ്ങോട്ട് വെട്ടിയിട്ട് ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കിക്കോട്ടോ. എന്താണ് ചിൽഡ്രൻസ് ഹൗസ്? അത് എഡിറ്റ് ചെയ്തല്ലോ. കാരണേ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ചിൽഡ്രൻസ് ഹൗസ് എന്നാണല്ലോ ഞങ്ങൾ ടെസ്റ്റിൽ കണ്ടത് ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണല്ലോ. ചിലപ്പോൾ പറയും മീനിങ്ങിന്റെ വേർഡ് നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ മീനിങ് നോക്കുമ്പോൾ ചിലപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും. പക്ഷെ എന്താണ് കറക്റ്റ് ശരിക്കും കൊടുക്കുക ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ്. സോറി, ചിൽഡ്രൻസ് ഹൗസ് എന്നായിരിക്കും. ഞാൻ പറയുമ്പോഴും തെറ്റുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഇനി നമ്മള് സപ്പോർട്ട് ചെയ്ത മെത്തേഡ് എന്തായിരുന്നു? ഏത് പ്രിൻസിപ്പിൾസ് ആയിരുന്നു മോണ്ടിസോറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? സെൽഫ് എഡ്യൂക്കേഷൻ, ഓട്ടോ എഡ്യൂക്കേഷൻ രണ്ടും പറയുന്നുണ്ട്. കോമൺലി പറയുന്ന രണ്ട് വേർഡാണ് സെൽഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓട്ടോ എഡ്യൂക്കേഷൻ. ഫസ്റ്റ് മോണ്ടിസോറി ബുക്ക് റിട്ടേൺ ബൈ മോണ്ടിസോറി ഏത് ബുക്കാണ് ഫസ്റ്റ് റിട്ടേൺ ചെയ്തത്? മോണ്ടിസോറി മെത്തേഡ്സ്. ഓക്കെ, ആരെങ്കിലും മോണ്ടിസോറി ബുക്ക് റീഡ് ചെയ്തോ? ഇല്ല മാം. ആരും റീഡ് ചെയ്തില്ല? ഒരു ബുക്ക് മാക്സിമം നിങ്ങൾ എല്ലാവരും ഒരു ബുക്കെങ്കിലും റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. മോണ്ടിസോറി മെത്തേഡ് ഒക്കെ നമുക്ക് ഓൺലൈൻ കിട്ടും, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകളാണ് എനിക്ക്. ഇനി നമ്മൾ ഓരോ ഡിസ്കവറീസ് നോക്കിയല്ലേ? മാം ഈ ബുക്കില് ഞാനൊരു ഡൗട്ട് മാമിനോട് ചോദിച്ചിരുന്നു മാം. ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷനും ഉണ്ട്. ഇത് രണ്ട് ബുക്കും ഉണ്ടോ? ഇതില് ഏതെങ്കിലും ഒന്ന് തെറ്റാണോ? ഗൂഗിൾ നോക്കിയപ്പം ഒരെണ്ണം ഇല്ല. സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ഉണ്ട്. സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ. നോക്കട്ടെ. സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആടാ നമ്മൾ വേറെ എവിടെയോ പറയുന്നുണ്ടല്ലോ. നമ്മള് ലവ് ഓഫ് റിപ്പീറ്റേഷൻ പറയുന്നുണ്ട്. രണ്ട് ബുക്കിന്റെ പേരുണ്ട് മാം ബുക്കില്. ഓക്കെ, സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആണ്. ഞാനത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലാന്നുള്ളത്. അപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്തോട്ടെ എല്ലാവരും. ടെസ്റ്റിലൊന്ന് എഡിറ്റ് ചെയ്തോട്ടാ. മോണ്ടിസോറി റിട്ടേൺ ചെയ്ത ബുക്കില് സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കിടക്കുന്നത്. അത് സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്നാക്കാട്ടോ. ചിലപ്പോ ഇങ്ങനെ കോമൺലി ചോദിക്കും ഇങ്ങനെ ഫോളോയിങ് അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മോണ്ടിസോറി റിട്ടേൺ ചെയ്യാത്ത ഈ ബുക്ക് ഏതാണെന്നുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ദ മോണ്ടിസോറി മെത്തേഡ് ഉണ്ടാവും, ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ഉണ്ടാവും, ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവും. മേ ബി മറ്റേതെങ്കിലും ഒരു ബുക്കിന്റെ ഒരു പേര് തന്നിട്ട് നമ്മളോട് ഓഡ് വൺ ഔട്ട് വെക്കാറില്ലേ ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നോക്കാം. സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആണ് മോണ്ടിസോറി റിട്ടേൺ ചെയ്തിരിക്കുന്ന ബുക്ക് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ നോക്കുന്നത്. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ നോക്കി പറയാട്ടോ. അത് ഇനി വരാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഓക്കെയാണ്. നമ്മള് ഡിസ്കവറീസ് ഒക്കെ കറക്റ്റ് ആണ്. മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് നോക്കിയത് അതിലും ഇതേപോലെ മിസ്റ്റേക്ക് എന്നല്ല, കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതില് AMI നോക്കാട്ടോ. ഇവിടെ AMI എസ്റ്റാബ്ലിഷ് ഉണ്ടോ?
ഇവിടെ കിട്ടും. ഓക്കെ, അതിൽ സൗത്ത് അമേരിക്ക എന്നാണ് എടുക്കുന്നത്, അത് തെറ്റാണ്. സൗത്ത് അമേരിക്ക അല്ല കേട്ടോ, ആംസ്റ്റർഡാം ആണേ. നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. അത് ആ മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആംസ്റ്റർഡാം ആണ്, ഒന്ന് എഡിറ്റ് ചെയ്തേക്ക് കേട്ടോ. അതിൽ സൗത്ത് അമേരിക്ക എന്നാ വരുന്നത്. കാരണം ആ കാലഘട്ടത്തില് മോണ്ടിസോറി അമേരിക്കയിലേക്ക് പോയിട്ടില്ല. അതൊന്ന് നോക്കാം കേട്ടോ. ബാക്കി ഏകദേശം എല്ലാം കറക്റ്റ് ആണ്, ഇയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഞാൻ എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്താണെന്നറിയാലോ? നമ്മള് കാസർഗോഡ് ഏത് ഇയറാണ് സ്റ്റാർട്ട് ചെയ്തത്? 1907. 1907. ഓക്കെ. ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സോ? 99. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഓക്കെ കേട്ടോ, നോക്കാം. ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് 1909. ആണോ? മ്യൂട്ടാണോ? ഇല്ല. നയൻ തന്നെയാണ്. ലാസ്റ്റ് ക്ലാസ് ഞാൻ നോക്കിയപ്പോ ആ ഇയർ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ദെൻ ബാക്കി ആ ഇയറും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ നോക്കും. ഒത്തിരി ഇയർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ 2 ഇയർ, പിന്നെ അതേപോലെ തന്നെ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണല് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, അത് നോക്കണം. അത് അങ്ങനെ എല്ലാ ഇയറും പഠിക്കണ്ട, നമ്മൾ അതിൽ നിന്ന് കുറച്ച്. ഇപ്പൊ എന്നാണ് ഏത് ഇയറിലാണ് കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തത്, ട്രെയിനിങ് കോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, AMI എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്, അങ്ങനെ കുറച്ച് ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. പിന്നെ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന മെത്തേഡും നമ്മളൊക്കെ കടന്നു വന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പഠിച്ചു വന്ന ആ ഒരു മെത്തേഡ്, നമ്മളിപ്പോ പഠിച്ച മെത്തേഡ്, നമ്മളിപ്പോ കുട്ടികളിൽ എങ്ങനെ ഏത് മെത്തേഡിലൂടെ കുട്ടികളിൽ ട്രെയിൻ ചെയ്യിക്കണം എന്ന് പഠിച്ചത് നമുക്ക് കമ്പാരിസൺ നമുക്ക് സ്വയമേ ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ് അല്ലെ? മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ മാം? അതിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോ വളരെ കുറവെന്ന് വെച്ചാല് മേ ബി കുറച്ചേ വരുള്ളൂ. വരാണെങ്കിൽ തന്നെ 1 ക്വസ്റ്റ്യൻസോ 1 ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു വിട്ടാൽ മതി. നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവും. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ നോക്കാം. നിങ്ങൾ റിവിഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് ഇതിലേക്ക് അത് എന്ത് ചെയ്യാം, ഗ്രാസ്പ് ചെയ്യാൻ നോക്കാം. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ, ക്ലാസ് എത്ര ക്ലാസ് ഓഫ് ഡീവിയേഷൻ ഉണ്ട്, അതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓരോ ഡീവിയേഷൻസും പറയുന്നില്ലേ, സൈക്കിക് ഫ്ലൂക്ക്, സൈക്കിക് ബാരിയർ, അറ്റാച്ച്മെന്റ്, അതിന്റെയൊക്കെ റിസൾട്ട്, അതിനൊക്കെ കാരണം എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ലൈസും കാര്യങ്ങളും നന്നായിട്ട് നോക്കാം കേട്ടോ.
മിസ് അപ്പൊ ഈ സൈക്ലിക് ബാരിയേഴ്സ് എന്നൊക്കെ ഉള്ളത് ഈ ടെക്സ്റ്റിന്ന് തന്നെ തന്നെയാണോ അതോ പുറത്തുനിന്ന് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഇതിൽ പെടുന്നതാണോ അങ്ങനെയൊക്കെയാണോ വരുന്നത്? അങ്ങനെയല്ല. ഉം, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ കുട്ടിക്ക് ഫാന്റസി റിയാലിറ്റി തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫറൻസ് പറയാൻ പറ്റുന്നില്ല. അത് ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്? സൈക്കിക് ഫ്യൂഗ്. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഈ ടൈപ്പ് ഓഫ് ഡാഷ് ചിൽഡ്രൻസ് വിൽ നോട്ട് ചൂസ് നൈദർ ടു ഫൈറ്റ് ഓർ നോട്ട് ഗീവ് ഇൻ ടു ഹോസ്റ്റൽ കണ്ടീഷൻ. ഏത് ടൈപ്പാണ്? ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ പറയാം. നോട്ടി, ബ്രൈറ്റ്, വീക്ക് ചിൽഡ്രൻ, നൺ ഓഫ് ദ എബോവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുത ഉളവാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കുട്ടികൾ പോവുകയുമില്ല, എന്താണ് ഹോസ്റ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് അവർ പോവില്ല. അങ്ങനത്തെ ഏത് ടൈപ്പ് ഓഫ് ക്ലാസ്? ബ്രൈറ്റ് ചിൽഡ്രൻ അല്ലേ? ഏതാണ്? ബ്രൈറ്റ് ചിൽഡ്രൻ അല്ലേ? ബ്രൈറ്റ് ചിൽഡ്രൻ കേട്ടോ. ഭയങ്കര ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും കള്ളമൊക്കെ പറയുന്ന കുട്ടികൾ ഏത് കാറ്റഗറിയിൽ വരും? വീക്ക്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളോ? നോട്ടി. ഡ്രീം ലൈക്ക് സ്റ്റേജ് ആയിരിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും. ഡ്രീം ലൈക്ക് സ്റ്റേജിലാണ് അവർ കൂടുതലും കാണപ്പെടുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും? ഫാന്റസി. അത് അവര് ഭയങ്കരമായിട്ട് ഫാന്റസി വേൾഡിലായിരിക്കും കൂടുതലും. വന്നോ? ബ്രൈറ്റ് ചൈൽഡ് ആണ് കേട്ടോ. ഓക്കെ, ബ്രൈറ്റ് ചൈൽഡ് ആണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ ടൈപ്പ് ഓഫ് ഡീവിയേഷനിലേക്ക് വരാം. അപ്പോ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജിലായിരിക്കും അവരെപ്പോഴും ഒരു ഫൈറ്റ് ഓഫ് മൈൻഡ്, ഒരു മനസ്സ് എന്താ പറയാ, കെട്ടുപൊട്ടിയ വട്ടം പോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയാറില്ലേ? അത് സൈക്ലിക് ഫ്യൂഗ്. ഓക്കെ. എപ്പോഴും ഒരു ബാരിയർ, ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കുട്ടിയുടെ ഔട്ടർ വേൾഡും തമ്മിൽ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു മതില് ഉണ്ടാവും. അത് ഏത് ടൈപ്പ് ഓഫ്? സൈക്കിക് ബാരിയർ. അറ്റാച്ച്മെന്റ് എന്തിനു കാരണമാകുന്നു? ലവ്, അഫെക്ഷൻ. അയ്യോ, ലവ്. കുട്ടികളുടെ പേഴ്സണാലിറ്റി ചേഞ്ച്. ഓക്കെ. ഓവർ അറ്റാച്ച്മെന്റ് കുട്ടികളിൽ എന്താണ് ഡെവലപ്മെന്റ് റിട്ടേൺഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഫിയർ, ഹാംഫുൾ അല്ലാത്തതും ഇൻജൂറിയസ് അല്ലാത്തതുമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാരിയർ ഫിയർ ആണ് കേട്ടോ. അത് ഹാംഫുൾ അല്ല, പക്ഷെ ഇൻജൂറിയസും അല്ല. ബട്ട് അതൊരു കുട്ടിയുടെ ക്യാരക്ടറിനെ തന്നെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. ലിറ്റിൽ വൈറ്റ് ലൈ എന്നറിയപ്പെടുന്ന കള്ളം സോഷ്യൽ ലൈ. ഓക്കെ. പിന്നെ ഹാംഫുള്ളും അല്ല. എന്താണ് ഫിയറിന് എന്താണ് പറഞ്ഞത്? ഹാംഫുള്ളും അല്ല, നോട്ട് ഇൻജൂറിയസ് ആൻഡ് ഹാംഫുൾ അല്ല, ഇൻജൂറിയസും അല്ല. അതും വേറെ ഒരു പൊസസീവ്നെസ് അതൊക്കെ അങ്ങനെ തന്നെയല്ലേ മാം? ഹാംഫുള്ളും അല്ല, പൊസസീവ്. ഓക്കെ. പൊസസീവ്നെസ്സും ഹാംഫുൾ ആവാറില്ലേ? ഉണ്ട്. ഫിയർ എന്ന് പറയുമ്പോൾ ഉണ്ട്. കാരണം ഗ്രാജുവലി ഇപ്പോ എന്താണ് കുട്ടികള് ഇപ്പോ എന്താ പറയാ, പൊസസീവ്നെസ് കൂടി അത് വാശിയാവും. അവർക്ക് അത് എന്തും നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരും. അവർ ഏത് മാർഗത്തിലൂടെയും അത് നേടിയെടുക്കാൻ ചിന്തിക്കും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചിലപ്പോ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഫിയർ ആണെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോ അത് ക്ലിയർ ആയില്ലെങ്കിലും ആ ഓപ്ഷൻ ഒന്ന് 2 times ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അതോ ഏത് ഓപ്ഷനാണ് മാച്ച് ആവുന്നത് അതങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അത് തന്നെയായിരിക്കും ആൻസർ. കാരണം ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും, ഇതല്ല എന്ന് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പൊ കുട്ടി എന്ത് ചെയ്യും? അവൻ ആ മെറ്റീരിയൽ വേണം. കുട്ടി എന്ത് ചെയ്യും? അവന്റെ ടൈം ആവുന്ന വരെ അവൻ വെയിറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്ന സമയത്തും എല്ലാം ഞങ്ങളുടെ ഉള്ളതൊക്കെ ഒറ്റ സെറ്റ് മെറ്റീരിയൽ ഉള്ളൂ അല്ലെ? ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ
ബാക്കി നല്ല നമ്മളേക്ക് കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങളുടെ ബാച്ചിലായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ച മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നിങ്ങളുടെ ബാച്ചിലെ കുട്ടികൾക്കാണ്. ഓക്കെ, മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടായോ? ഇഷ്ടായി മാം. എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നിയോ? കളർഫുൾ ആയുള്ള അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തോന്നി മാം. നമ്മൾ ആദ്യം കുഞ്ഞു കുട്ടികളുടെ മനസ്സങ്ങനെയാ, നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ കാര്യങ്ങൾ, അപ്പൊ അവർക്ക് വേണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരും. ചെയ്ത് നോക്കിയപ്പോ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിയോ? നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തോ? ചെയ്യാനായിട്ട് റിപ്പീറ്റ്ലി ചെയ്യാനായിട്ട് തോന്നിയില്ലേ? അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യവും, അവർക്കും അതിനോട് ആദ്യമൊക്കെ എന്നോട് ചോദിച്ചു, ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് പോകൂലേ? ഏതൊരു കുട്ടി, ഏത് ബാച്ചിലാണ് ആരാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഈ വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോ അവർക്ക് ഈ മെറ്റീരിയൽസിനോട് അത്ര ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവോ മിസ്സേ എന്ന് ചോദിച്ചു ഇല്ലേ? മൃദുലല്ലേ ചോദിച്ചത്? അത് ഞാനേ അല്ല. ഈ മൃദുലല്ല അങ്ങനെ ചോദിച്ചത്. അപ്പോ മെറ്റീരിയൽസും കാര്യങ്ങളും കണ്ടപ്പോ എന്ത് തോന്നി? ചില മെറ്റീരിയലിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നി മാം. പിന്നെ പിങ്ക് ടവറും കളർ ടാബ്ലറ്റും ഒക്കെ കണ്ടപ്പോ ഇത് കൊച്ചിന് ഉണ്ടാക്കി കൊടുക്കാം, അപ്പൊ കുട്ടിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നി. ചിലതിനോട് എനിക്ക് പേഴ്സണലി ബൈനോമിയൽ ക്യൂബ് അതിനോടൊക്കെ, അതിന്റെ ട്രൈനോമിയൽ കണ്ടില്ലെങ്കിലും അതിന്റെ ആ ഒരു ഇത് കിട്ടി. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, പിങ്ക് ടവർ അപ്പൊ ചെയ്തിട്ടില്ലേ? അതൊക്കെ ചെയ്തായിരുന്നല്ലോ. ചെയ്തിട്ടുണ്ട് മാം, അങ്ങനെയല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഇത് കാർഡ്ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, അത് പോകൂലേ. കുട്ടീന്റെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ആരോ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പില്. അതെ, പ്രത്യുഷ ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരുത്തൊന്ന് ചോദിച്ചു നോക്കുക. എല്ലാവരും ചെയ്തില്ല, ചോദിച്ചു നോക്ക്, കിട്ടാണെങ്കിൽ അതാണ്. പ്രത്യക്ഷ ഞങ്ങളെല്ലാം തൊട്ടടുത്താ മാം. 14 ജില്ലയിലും വാരി വിതറി കിടക്കുന്നവരാ. തൊട്ടടുത്താണ്, പക്ഷെ എല്ലാവരും ഒരുമിപ്പിച്ചില്ലേ ഒരു കോഴ്സ്? പല സ്ഥലത്തും പല ഇതിലും. ഞങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ആരും പരിചയമില്ലാത്ത, പക്ഷെ ഇപ്പൊ എനിക്ക് ഏകദേശം എല്ലാവരും ഏകദേശം ഒരു ഇത് വന്നില്ലേ? നമുക്ക് ഈ ഒരു കോണ്ടാക്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ കൊണ്ടുവരാനായിട്ടൊരു കോഴ്സും കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് വേണ്ടി ഒരു എന്താ പറയാ പാത്ത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ പല സ്ഥലത്തും എങ്ങനെയാ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും വന്നില്ലേ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരുണ്ട് മാം നമ്മുടെ ബാച്ചില്. അങ്ങ് ഗൾഫിലുണ്ടെന്ന്. അതുമുണ്ട്. കുറച്ച് പേര് അതിന് പുറത്തുനിന്നുള്ളവരും കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ MT11-ലായിരുന്നില്ലേ നമ്മുടെ ആദ്യം മിസോറാമി എന്നുള്ള കുട്ടികളുണ്ടായിരുന്നേ? അല്ല മാം, അല്ല. ഓക്കെ, MT30 തന്നെ ആയിരിക്കും. MT13-ലാണ് മിസോറാം എന്നുള്ള കുട്ടികളുണ്ട്. കിം വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് മുമ്പത്തെ പ്രാവശ്യത്തെ ബാച്ചില് വന്നിട്ടുണ്ടായിരുന്നു. കോൺവെക്കേഷൻ അല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിഫറെന്റ് ഏരിയാസ് എന്നുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിഫറെന്റ് എന്താ പറയാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഒരു കോഴ്സിലേക്ക് വന്നപ്പോ അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിച്ചെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിനെ കുറിച്ചൊക്കെ സംസാരിപ്പിക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വരാണ് എക്സാമിന്റെ ടൈമിലൊക്കെ വരാണെങ്കിൽ ജിഷ മാമിനോട് ചോദിക്കാം. മാം വഴി ചിലപ്പോൾ നമ്പേഴ്സ് ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ വീക്കോടെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നോ ക്ലാസിന്റെ കാര്യത്തില്? എന്ന് വരെ ടൈം ടേബിൾ കൊടുത്തേക്കുന്നത് ഡിസംബർ 2-നാണ് ഞങ്ങളുടെ സെക്കൻഡ് ടൈം. അത് കഴിഞ്ഞ് പിന്നെ 10th-നുള്ള എക്സാം, അതുവരെ സ്റ്റഡി ലീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈം എപ്പോഴാ എക്സാമിന്റെ? ടൈം എക്സാമിന്റെ 7:30 മുതൽ 8:30 വരെ. ഓക്കെ, ചിലപ്പോ അത് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കാരണം ഇന്ന് വരെ ക്ലാസ് ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചു നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ മാക്സിമം എല്ലാവരും ഒന്ന് കയറാൻ പറയോ ഫ്രണ്ട്സിനോടൊക്കെ? വെനസ്ഡേ അല്ലേ? മാക്സിമം ഒന്ന് കയറാൻ പറയട്ടോ, എല്ലാവരും ഒന്ന് കാണാലോ. ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 9 months ആയിട്ടുള്ളല്ലേ? യെസ് മാം, ഫെബ്രുവരിയിലായിരുന്നു. 9 months ആയിട്ടുള്ളൂ. 10ലേക്ക് കടക്കണമെങ്കിൽ ഡിസംബർ ആവണം അല്ലെ? അപ്പോ
എല്ലാവരോടും വരാൻ ജോയിൻ ചെയ്യാൻ പറയാം. ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോ നമുക്ക് കൂടുതൽ സംസാരിക്കാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെസ്റ്റിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നല്ല, ചിലപ്പോ എന്തെങ്കിലും തെറ്റുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ വായിച്ചു നോക്കുക. അതേപോലെ ഞാൻ എടുത്ത ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ, യൂണിറ്റ് 2. അത് കിട്ടിയിട്ടില്ല മാം. അതും കൂടി ഞാൻ ഇടാൻ പറയാം കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. മാം അപ്പൊ മറ്റേ മിസ്സിന്റെ ഒരു ചാപ്റ്റർ മാം എടുത്തില്ലേ? ഡെവലപ്മെന്റ് പ്രൊഫൈൽ. അതിന് തന്നിട്ടില്ല. ഇല്ല, അതിന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. അത് ഞാൻ തരാൻ പറയാം കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.